ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹലോ. യെസ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദയാലും കരുണയാലും സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്കവാറും നാളെ രാത്രിയിലും മറ്റന്നാളൊക്കെ ഞാൻ അട്ടപ്പാടിക്ക് യാത്രയാവും. വൈദ്യരുടെ ധ്യാനത്തിന് വേണ്ടി ഒരുക്കാം. അതിനുള്ള പ്രാർത്ഥനകൾ, നോമ്പുകാലം അല്ലെങ്കിൽ വിഭൂതിയൊക്കെ ആണെങ്കിൽ അച്ഛന്മാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ വിശേഷങ്ങൾ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വ്യാഴാഴ്ച എൻ്റെ ദൈവമേ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു നിയോഗം പ്രത്യേകം മനസ്സിൽ വെക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നല്ല തലക്കെട്ടാണ്. ജ്ഞാനം 11:14 ബേസ് ചെയ്തിട്ടുള്ളതാണ്. വിസ്ഡം 11:14. തലക്കെട്ട് ഇതാണ്: പരവേശം ദാഹമൊക്കെ ഉണ്ടോ? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നല്ല വേനൽക്കാലം, നല്ല ചൂണ്ട സമയമാണ്. പക്ഷെ അമേരിക്കയിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി തണുപ്പിന്റെ ഒരു സമയമായിരിക്കും. പല സ്ഥലത്ത് പല സംഗതിയാണ്. അപ്പോൾ എനിവേ ഒരു പരവേശം ദാഹമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ മനസ്സിലാക്കി, അവർ കണ്ടുവെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക. നല്ലൊരു വചനമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന പുറപ്പാട് സംഭവത്തെക്കുറിച്ചൊക്കെ ജ്ഞാനത്തിന്റെ ദിവസം മനോഹരമായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കുന്നതിനിടയിൽ പറയുകയാണ്, ഇപ്പൊ നീതിമാന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് നന്മയ്ക്ക് കാരണമായി തീരുകയും ഇവർക്ക് അതുകൊണ്ട് തിന്മ സംഭവിക്കുകയും ചെയ്തു. എന്നിട്ട് പറയുക, തങ്ങൾ നിരാലംബനൊക്കെയായിട്ട് കരുതിയിരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സംഗതി കീഴ്മേൽ മറിഞ്ഞില്ല. കാര്യങ്ങളൊക്കെ ചങ്കോട് വിഭജിക്കപ്പെടുന്നു. എന്താ പറയണത്? കടല് രക്തമായിട്ട് മാറുന്നു. എന്തൊക്കെ പരിപാടികളാ! കടം പാറയിൽ ജലം വരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ചിന്ത വരികയാണ്, നീതിമാന്മാരുടെയും തങ്ങളുടെ ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു, മനസ്സിലാക്കി. നീതിമാന്മാരെ ദാഹിക്കുന്ന ദൈവത്തിന് വേണ്ടി, ഇസ്രായേൽ ജനത്തിന്റെ ദാഹവും മോശയുടെ ദാഹവും ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ ദാഹം. അതാണ് CCCന്റെ തുടക്കത്തില് CCC 27 ആ കണ്ണികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹം ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. സങ്കീർത്തനം പറയുന്ന കാര്യം ഓർക്കുന്നില്ലേ? നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ കാത്തിരിക്കുന്ന വേഴാമ്പല, ആ ജീവി, പക്ഷിയെ പോലെയൊക്കെ ഞാൻ ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വചനത്തിന്റെ അർത്ഥം. ദാഹിക്കുന്നവൻ എന്റെ അടുക്കണമെന്ന് കുട്ടിക്കട്ടെ എന്നല്ലേ വചനം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, വചനത്തോട്, പ്രാർത്ഥനയോട്, വിശുദ്ധിയോട് ഒരു ദാഹവും വിശപ്പും തോന്നുന്നുണ്ടെന്നില്ല. ഒരു ദാഹവും വിശപ്പും എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കഴിക്കുന്നോടെ വരെ അടങ്ങുകയല്ല, അല്ലേ? എന്തെങ്കിലും ഒന്ന് കുടിക്കുന്നവരെ വരെ അടങ്ങുകയല്ല, ദാഹവും വിശപ്പും. അതുകൊണ്ട് പ്രാർത്ഥനയോട്, വചനത്തോട്, വിശുദ്ധിയോട്, ആത്മീയ കാര്യങ്ങളോട്, ആത്മാക്കളെ നേടുന്നതിനൊക്കെ ദാഹവും വിശപ്പും. അപ്പൊ ദൈവത്തോടുള്ള ദാഹം. അപ്പൊ ചില ആൾക്കാർക്ക് ജട്ടിക പാപത്തോടാണ് ദാഹവും വിശപ്പും. അപ്പൊ സമരിയാക്കാരുടെ ദാഹം ശമിച്ചത് എപ്പോഴാ? ദൈവത്തിന്റെ ഈശോയുടെ സന്നിധി വന്നു കഴിഞ്ഞപ്പോഴല്ലേ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ദാഹവും പരവേശവും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദാഹവും പരവേശവും ഒക്കെ ഒന്നും ഇല്ലാത്ത ചില ഹ്യൂമിഡിറ്റി, പല കാലാവസ്ഥകളുണ്ട്. ഇപ്പൊ വെള്ളം കുടിക്കാൻ തോന്നിയല്ല, പക്ഷെ എന്തായാലും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ചുരുക്കത്തില് ആത്മീയ കാര്യത്തിൽ ദാഹം. അപ്പൊ ദൈവത്തോട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ചില പിള്ളേർ ഭക്ഷണം കഴിക്കാതെ വിശപ്പുണ്ടാകാൻ വേണ്ടി മരുന്ന് കൊടുക്കും, അല്ലെ? പണ്ട് വിരയ്ക്കൊക്കെ മരുന്ന് കൊടുക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ, ഇല്ല, ദൈവത്തോട് കർത്താവ് എനിക്ക് കുറച്ച് ദാഹവും വിശപ്പും തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ആമോസിന്റെ പുസ്തകത്തിലൊക്കെ വചനമില്ല, അത് അപ്പവും വെള്ളവും ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമവും, വചനം ദഹിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമവും ദാഹവും, അല്ലേ? ചിന്തിച്ചു നോക്കി. ദാഹജലത്തിലുള്ള വറുതിയല്ല, വചനം ലഭിക്കാത്ത വചനത്തോടുള്ള ദാഹവും വിശപ്പും. ചിന്തിച്ചു നോക്കി, ഈ ദാഹവും വിശപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം, പതറിപ്പോകരുത് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാൻ നിൽക്കുന്നതിനോട് ചേർന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഈ നല്ല സായാഹ്നത്തെ ഇവർ ഓരോരുത്തരും പ്രത്യേകം ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ദൈവമേ, ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ പോലെ ആശീർവദിക്കുന്നു. പ്രാർത്ഥനയോട്, വചനത്തോട്, വിശുദ്ധിയോട്, ആത്മാക്കളോടൊക്കെയുള്ള വലിയൊരു ദാഹവും വിശപ്പും ഇവർ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ഈശോയെ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു.
കർത്താവ് കുടുംബങ്ങളുടെ പൈശാചിക തിന്മകൾ, അന്ധകാരസ്ഥരുടെ ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ, രോഗപീഠകൾ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടത്തേക്ക് വേണ്ടി ദാഹവും വിശപ്പുമുള്ള, അതുപോലെ ഈ 5 മണിക്കായി ടോക്ക് കിട്ടുന്ന സമയം നോക്കിയിരുന്നു, അതുപോലെ ദാഹവും വിശപ്പുമുള്ള ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് കരുണ കാണിക്കണമേ. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാറ് ഒരത്ഭുതം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് നിങ്ങളുടെ നിയോഗം? എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന? ആ മേഖലയിൽ ഈ ആശ്വാസ സമയത്ത് ഈശോയുടെ കരമിറങ്ങാൻ കരുണയും ദയയും ഉണ്ടാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.